ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 മാത്സിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. +1 പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ പാഠം വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പലതരത്തിൽപ്പെട്ട റിലേഷൻസ് എന്തൊക്കെയാണ്, പലതരത്തിൽപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് റിലേഷൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിലേഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. +1 പഠിച്ചത് തന്നെയൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഹയർ ലെവൽ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 5 തരത്തിലുള്ള റിലേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ 2 വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അത്രേ ഉള്ളൂ. ബാക്കി വരുന്ന 3, 4, 5 ടൈപ്പ് റിലേഷൻസ് ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. എങ്കിലും ആദ്യത്തെ 2 നമുക്ക് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല, ടെക്സ്റ്റിലുള്ളതാണ്, ഡിലീറ്റഡ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും പറയാം. അതായത് ഇപ്പോൾ ഒരു റിലേഷൻ എടുത്തു, ഒരു സെറ്റ് എയിലുള്ള ഒരു റിലേഷൻ എടുത്തു, അതിന് എംപ്റ്റി റിലേഷൻ ആണ് എന്ന് പറയണമെങ്കിൽ നോ എലമെന്റ് ഓഫ് എ ഇസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ. അതായത് R is equal to null set subset of A cross A. അതായത് ഞാനൊരു റിലേഷൻ എടുത്തു, അല്ലെങ്കിൽ ഒരു സെറ്റ് എടുത്തു, എ ക്രോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ റിലേഷൻസ് അതിൽ നിന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നൾ സെറ്റ് ഉൾപ്പെടുന്ന റിലേഷനെയാണ് എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു എലമെന്റിന് അതുമായിട്ട് റിലേഷൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? R is equal to A cross A തന്നെ. അതായത് എ എടുത്തു, A cross A തന്നെ നമ്മൾ എഴുതി, സബ്സെറ്റ്സ് ആയിട്ട് മീൻസ് ഓർഡേർഡ് വേഴ്സ് ആയിട്ട് അതിൽ എഴുതുമ്പോൾ എനിക്ക് ആ ഒരു എ തന്നെ കിട്ടുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ എ എഴുതി A cross A ചെയ്യുമ്പോൾ അത് തന്നെ ഒരു റിലേഷൻ ആയിട്ട് വരുവാണെങ്കിൽ നമുക്കത് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയാം. ചില സമയങ്ങളിൽ ഇതിനെ ട്രിവിയൽ റിലേഷൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതാണ് ആദ്യത്തെ 2 വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ വരുന്നത്. ജസ്റ്റ് ആ ഒരു നൊട്ടേഷൻ ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇനി വരുന്ന 3, 4, 5 ആ 3 റിലേഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് റിഫ്ലെക്സീവ് റിലേഷൻസ്. ഓക്കെ, റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു റിലേഷൻ എടുക്കുവാണ്, ഇൻസെറ്റ് എ. അപ്പോൾ അതിൽ A A ബിലോങ്സ് ടു R ഫോർ എവരി A ബിലോങ്സ് ടു സെറ്റ് A. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ലൈൻ എടുത്തു, ആ ലൈനിനോട് തന്നെ പാരലലാണ് എന്നുള്ളതൊരു തിയറമാണ്. ഓക്കെ, എവരി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ് സെൽഫ്. അപ്പോൾ അതെന്ന് പറയണത് പാരലലാണ്, ആ ലൈൻ എപ്പോഴും അതിനോട് തന്നെ പാരലലാണ്. അപ്പോൾ ഈസ് പാരലൽ ടു എന്നുള്ള റിലേഷൻ ഇവിടെ റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. അല്ലെങ്കിൽ കണ്ണാടി നോക്കുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എൻ്റെ തന്നെ ഇമേജ് തന്നെയാണ് അവിടെ വരുന്നത്, ഞങ്ങൾ 2 പേരും റിലേറ്റഡും ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ റിലേഷൻസ് ആണ് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് റിലേഷൻ ഫ്രം എ ടു എ x, അല്ലെങ്കിൽ A, ബിലോങ്സ് ടു R ഫോർ ഓൾ x ബിലോങ്സ് ടു A. ഓക്കെ, ഇതാണ് റിഫ്ലെക്സീവ് റിലേഷൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ റിലേഷൻ തരുവാണ്, സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ 1, 1, 2, 2, 3, 3. ഈ റിലേഷൻ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും 1, 2, 3 എന്നുള്ളതായിരിക്കും ആ സെറ്റ്. ഓക്കെ, ഇനി അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ അതിൽ നിന്ന് എടുത്തൊരു റിലേഷൻ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാത്തിൻ്റെ ഒരു ഇമേജ് നമുക്ക് അതിന് തന്നെ വേണം. അതായത് ഇപ്പോൾ ഇവിടെ 1 ഈക്വലായിട്ട് അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ഇമേജ് അപ്പുറത്തുണ്ട്, 2 അതിന് കറസ്പോണ്ടിങ് ഇമേജ് 2 അവിടെ ഉണ്ട്, 3 കറസ്പോണ്ടിങ് ഇമേജ് 3. ഓക്കെ, അത് 1, 1, 2, 2, 3, 3 അത് പ്രസൻ്റ് ആണ്. അപ്പോൾ അതെന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ഓക്കെ, റിഫ്ലെക്സീവ് ആണ്. അതേസമയം ഞാൻ 1, 1, 3, 3 എടുത്തു, ഇത് റിഫ്ലെക്സീവ് ആണോ? അല്ല, ഞാൻ 1, 2, 3 തന്നെയാണ് എടുക്കുന്നത് സെറ്റ്. ഓക്കെ, അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് അല്ല. കാര്യം 1ൻ്റെ മൾട്ടിപ്പിൾ ഇമേജ് 1, 1 ഉണ്ട്. ഓക്കെ, 1, 1 മൾട്ടിപ്പിൾ ഇമേജ് എന്ന് പറയുമ്പോൾ 2 വരുന്നു, ആ ഒരു ലെവലാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിഫ്ലെക്സീവ് ഇതെന്ന് പറയുന്നത് 1, 1 ഉണ്ട്, ഇവിടെ 2, 2 ഇല്ല, 3, 3 ഉണ്ട്. എത്ര എലിമെൻ്റ് ഉണ്ടോ അതിനെല്ലാത്തിൻ്റെയും ഇത് വരണം. ഓക്കെ, ഒരു ഇമേജ് പോലെ വരണം. അതായത് 1, 2, 3 എടുത്താൽ 1, 1 വേണം, 2 ഉള്ളതുകൊണ്ട് 2, 2 വേണം, 3 ഉള്ളതുകൊണ്ട് 3, 3 വേണം. അത് 3 ഉണ്ടെങ്കിൽ മാത്രമാണ്
റിഫ്ലക്സീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ആ സെറ്റിലുള്ള എല്ലാത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓർഡേഡ് വേറെ ആയിട്ട് അതിൽ വേണം. എല്ലാം ഇല്ലെങ്കിൽ അതെന്തല്ല, റിഫ്ലക്സീവ് അല്ല. ഓക്കെ, ഇനി വേറൊരു റിലേഷൻ ചെക്ക് ചെയ്യാം. 1 1 2 2 3 3, പിന്നെ 1 2 2 3 ആൻഡ് 3 1. ഓക്കെ, ഇതൊരു റിലേഷനാണ്. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ? ഓഫ് കോഴ്സ് ആണ്. കാരണം എന്താണ്, 1 2 3 ആണെങ്കിൽ 1 1 ഉണ്ട്, 2 എടുത്തു 2 2 ഉണ്ട്, 3 എടുത്തു 3 3 ഉണ്ട്. അത് മൂന്നും ഈ സെറ്റിൽ പ്രസന്റ് ആയാൽ തന്നെ എന്തായി, റിഫ്ലക്സീവ് ആയി. പിന്നെ എന്തുണ്ടെന്നുള്ളത് നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു മിറർ ഇമേജ് പോലെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതും എന്താണ്, റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ റിഫ്ലക്സീവ് റിലേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത് A1, A2 belongs to R implies A2 A1 belongs to R for all A1, A2 belongs to A. സിമെട്രി എന്താണെന്ന് നമുക്കറിയാം. രണ്ട് വശവും ഈക്വലായി വരുന്നതിനെയാണ് സിമെട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ബയോളജി ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവർ പലതരത്തിലുള്ള സിമെട്രീസ് പഠിക്കുന്നുണ്ട്. റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, അസിമെട്രി, അങ്ങനെ. അപ്പോൾ അവർ തന്നെ ഒരു ബൈലാറ്ററൽ സിമെട്രി പോലെയാണ് ഇത് വരുന്നത്. അപ്പുറം ഇപ്പുറം എന്തായിരിക്കണം, ഫ്ലിപ്പ് ചെയ്ത പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിട്ട് കാര്യമില്ല. അതെന്താന്ന് ഒരു എക്സാമ്പിൾ ഇട്ട് തന്നെ നോക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, A, B ആ റിലേഷനിൽ ഇല്ലെങ്കിൽ എന്തല്ല, സിമെട്രിക് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ഇല്ല. അങ്ങനെ ഇപ്പോൾ ഒരു റിലേഷൻ എടുക്കാം. റിലേഷൻ ഫോളോഡ് പെർ 1 1 2 2 3 3 4 4. ഇതാണ് റിലേഷൻ. അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി വരുന്നത് തോറും നമ്മളത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റിഫ്ലക്സീവ് ആവാൻ എന്താ, ഇതിലുള്ള എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയുള്ള ഒരു ഓർഡർ പെയർ ഉണ്ടോ എന്ന് നോക്കുക. 1 ഉണ്ട്, 1 1 2 ഉണ്ട്, 2 2 3 ഉണ്ട്, 3 3 4 ഉണ്ട്, 4 4. അപ്പോൾ എന്താ, ഈ റിഫ്ലക്സീവ് ആണ്. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമെട്രിക് ആണോ എന്ന് നോക്കണം. എങ്ങനെ, A, B ഉണ്ടെങ്കിൽ B, A വേണം. ഇവിടെ A, B ഇല്ല, അപ്പോൾ B, A ഇല്ല. അപ്പോൾ എന്തായി, സിമെട്രിക് ആയി. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇനി വേറൊരു റിലേഷൻ ചെക്ക് ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ 1 2 3 2 2 1 4 2. ഓക്കെ, ഈ റിലേഷനിൽ റിഫ്ലക്സീവ് ആണോ? ഇല്ല. കാര്യം ഒന്നിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി 1 ഉണ്ട്, 1 1 ഇല്ല. അപ്പം തന്നെ നമുക്ക് ഉറപ്പിക്കാം റിഫ്ലക്സീവ് അല്ല. സിമെട്രിക് ആണോ? സിമെട്രിക് ആവണമെങ്കിൽ ഇപ്പോൾ 1 2 എടുത്തെന്ന് ഓർത്തു, 2 1 വേണം, 2 1 ഉണ്ട്. ഓക്കെ, 3 2 എടുത്ത്, അപ്പോൾ അവിടെ 2 3 വേണം. നേരെ സിമെട്രിക് ആയിട്ടത് വേണം, അപ്പോൾ അതില്ല. അപ്പോൾ റിഫ്ലക്സീവും അല്ല സിമെട്രിക്കും അല്ല. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോണതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. ട്രാൻസിറ്റീവ് റിലേഷൻ അതായത് 3 ആളുകളെ എടുക്കാം, A, B, C എന്ന്. ഓക്കെ, എയുടെ ഫ്രണ്ടാണ് B, ബിയുടെ ഫ്രണ്ടാണ് C. ഓക്കെ, അപ്പോൾ എനിക്ക് എയുടെ ഫ്രണ്ടാണ് C എന്നും പറയാമല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ ആ റിലേഷൻ്റെ പേരാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. അതായത് A, B belongs to R and B, C belongs to R, then A, C belongs to R for all A, B, C belongs to set A. ഓക്കെ, അതായത് A, B റിലേഷനാണ്, B, Cയും അതേ റിലേഷൻ ആണെങ്കിൽ A, C എന്തായിരിക്കണം, ആ റിലേഷനിൽ തന്നെ ആയിരിക്കണം. എയും ബിയും സിയും A എന്നുള്ള സെറ്റിൽ ഉൾപ്പെട്ടിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിലും അത് ട്രാൻസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സെറ്റ് A തന്നെ എടുത്തു എന്നോർത്ത്, A = 1 2 3 എടുത്തു. അപ്പോൾ റിലേഷൻ ഞാൻ എടുക്കുവാണ് 1 1 2 3. ഓക്കെ, അപ്പോൾ നേരത്തെ റിഫ്ലക്സീവ് സിമെട്രിക് ചെക്ക് ചെയ്താൽ മതി. ഇനി ട്രാൻസിറ്റീവും കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ റിഫ്ലക്സീവ് ആണോ? അല്ല. കാര്യം 1 1 ഉണ്ട്. ഓക്കെ, 3 3 ഇല്ല, 2 2 ഇല്ല. ഏതെടുത്താലും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഒരു ഓർഡർ പെയർ ആയിട്ട് വേണം. 1 എടുത്താൽ 1 1 വേണം, 2 എടുത്താൽ 2 2 വേണം, 3 എടുത്താൽ 3 3 വേണം. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. 3 വന്നാലേ റിഫ്ലക്സീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ റിഫ്ലക്സീവ് അല്ല. ഇനി സിമെട്രിക് ആണോ എന്ന് നോക്കാം.
സിമെട്രിക് ആണോ? അല്ല. കാര്യം എന്താണ്? 2 3 എടുത്ത് 3 2 ഇല്ല. സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണ്. ബിക്കോസ് ഇപ്പോൾ ഇതെടുത്തു 2 3 എടുത്തു 3 2 എന്നുള്ളത് 3 ചേർത്ത് അടുത്തത് എടുക്കാനില്ല. അപ്പം തന്നെ അതെന്തായി? ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. വേറൊരു റിലേഷൻ എടുക്കാം. റിലേഷൻ 1 2 2 3 3 3 2 2. ഓക്കെ, ഇത് റിഫ്ലെക്സീവ് ആണോ? ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം അല്ല. സിമെട്രിക് ആണോ? അല്ല. കാര്യം ഒന്നിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് വരുന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് വരുന്നില്ല. സോ സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണോ? ഇപ്പോൾ 1 2 എടുത്തു 2, അപ്പോൾ 2 ചേർത്തിട്ട് 2 3 ഉണ്ട്, പക്ഷെ 1 3 ഇല്ല. സോ ഇറ്റ്സ് നോൺ ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെങ്കിൽ ആ ടൈപ്പ് റിലേഷന് പറയുന്ന പേരാണ് ഇക്വിവാലൻസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. R is equal to set of ordered pair 1 1 2 2 3 3. ഇതെന്താണ്? ഇക്വിവാലൻസ് ആണ്. കാര്യം റിഫ്ലെക്സീവ് ആണോ? ആണ്. ഓക്കെ, അതിൻ്റെ കോപ്പീസ് ഉണ്ടാവുന്നുണ്ട് 3നും. റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണോ? ചെക്ക് ചെയ്യുക. 1 ചേർത്ത് അടുത്തത് ഇല്ല, അപ്പോൾ തന്നെ അതെന്തല്ല? അത് സിമെട്രിക് ആണ്. മീൻസ് ചെക്ക് ചെയ്യാൻ പോലും ഇല്ല. സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവും ആണ്. കാര്യം ചെക്ക് ചെയ്യാനില്ല, 1 1 ആണ്. അപ്പോൾ 1ന് ശേഷമുള്ളതൊന്നും ഇല്ല, അപ്പോൾ അതും എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. സോ ഇറ്റ്സ് ആൻ ഇക്വിവാലൻസ് റിലേഷൻ. ഓക്കെ, വേറൊരെണ്ണം എടുക്കാം. 1 1 2 2 3 3. ഓക്കെ, ഇതൊരു റിലേഷനാണ്. ഇപ്പോൾ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് പറഞ്ഞു, 3 ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പറഞ്ഞു നേരത്തെ. ഇനി വേറൊരെണ്ണം എടുക്കാം, വേറൊരു റിലേഷൻ എടുക്കാം. 1 1 3 3 1 3 3 1. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യലാണ്. ഓക്കെ, റിഫ്ലെക്സീവ് അല്ലെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. സിമെട്രിക് ആണോ ചെക്ക് ചെയ്യുക? സിമെട്രി ആണോ ചെക്ക് ചെയ്യുക എന്ന് വെച്ചാൽ 1 3 ഉണ്ട്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 1 ഉണ്ട്. സോ ഇറ്റ്സ് സിമെട്രിക്. ട്രാൻസിറ്റീവ് ആണോ? 1 3 എടുത്തു 3 1 എടുത്തു, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 ഉണ്ട്, അപ്പോൾ അതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ലാസ്റ്റായിട്ട് നമുക്ക് ഒരു റിലേഷനും കൂടെ നോക്കിയിട്ട് വീഡിയോ നിർത്താം. R is equal to ordered pair 1 3 3 1 2 2. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. റിഫ്ലെക്സീവ് അല്ല, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. സിമെട്രിക് ആണോ? 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ട്, അപ്പോൾ സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ? 1 3 ഉണ്ട് 3 1 ഉണ്ട്, നോക്കാൻ തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ അതെന്താണ്? സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ, ഇത്രയേ ഉള്ളൂ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലാകുന്ന കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.